ദരിദ്രരോടും അഗതികളോടുമുള്ള ദൈവത്തിൻ്റെ ഹൃദയം. ദൈവസ്നേഹം സാർവത്രികമാണെങ്കിലും വിശുദ്ധ തിരുവെഴുത്തുകളിൽ കൂടി നമ്മൾ പഠിക്കുമ്പോൾ ദരിദ്രരോടും അഗതികളോടുമുള്ള ദൈവത്തിൻ്റെ പ്രത്യേക പരിഗണന നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ ജീവിതം തന്നെ ഇതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു. താൻ ദരിദ്രർക്കിടയിൽ ജീവിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരോട് അനുകമ്പ കാണിക്കുകയും ചെയ്തിരുന്നു. എളിയവരോട് കൃപ കാട്ടുന്നവർ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് പകരം അവന് കൊടുക്കുമെന്നും സദൃശവാക്യം 19:17 നമ്മൾ കാണുന്നു. ഇത് ദരിദ്രരെ സഹായിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമാകുവാനും ദൈവം ഈ വചനത്തിൽ കൂടി നമ്മെ ആഹ്വാനം ചെയ്യുന്നു. യാക്കോബിൻ്റെ ലേഖനം 1:27 ഇങ്ങനെ പറയുന്നു: പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലതുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ദരിദ്രരോടും അഗതികളോടും കരുണ കാണിക്കുന്നത് വെറും ഒരു സാമൂഹിക സേവനം മാത്രമല്ല, മറിച്ച് അത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രകടനം കൂടിയാണ്. ഈ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പ്രവഹിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഈ ലോകത്തിൽ നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് കൈമാറ്റപ്പെടും. God bless you.